സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മിനി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാധികയെ ചേർത്ത് പിടിച്ച്, നീ തന്നെയാണ് എൻ്റെ മകന് ചേർന്ന പെണ്ണ്, വരൻ്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെ ഇഷ്ടം, നീ നല്ല കുട്ടിയാണ്, പക്ഷേ നിന്നോട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അതിനൊക്കെ നിന്നോട് ഇങ്ങനെ മാപ്പ് പറയും എന്നുള്ള ടെൻഷനിലായിരുന്നു ഇത്രയും നേരം ഞാൻ, മോൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ പത്മിനി രാധികയോട് താൻ ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കുവാണ്. അതിനുശേഷം രാധിക ചേർത്ത് പിടിച്ചുകൊണ്ട് പത്മിനി കൽപ്പനയോടും ഉർവേശയോടും പറയണേ, അതെ, നിങ്ങൾ കുറച്ചു നേരം മുമ്പ് വരെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം മിണ്ടാതിരുന്ന് കേട്ടുകൊണ്ടിരുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? വിവാഹം മുടക്കണമെന്ന് മനസ്സിലാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവളോട് എനിക്ക് എൻ്റെ മനസ്സ് തുറക്കണമെന്നുണ്ടായിരുന്നു. ഇനി രണ്ടും കൂടി മേലാൽ ഇക്കാര്യം പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്നേക്കരുത്. എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കണിമംഗലത്തെ മരുമകളായിട്ട് അധികം താമസിയാതെ രാധിക മോൾ തന്നെ വരും. അതിലിനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ രണ്ടാളും ഉണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിങ്ങളായിരിക്കും പിന്നെ കണിമംഗലത്തിന് പുറത്താകാൻ പോകുന്നത്. പത്മിനിയുടെ മറുപടിയിൽ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ്. അതിനുശേഷം സൂര്യ പറയണേ, എന്താണെങ്കിലും നമ്മൾ സംസാരിച്ച് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇത്രയും നേരം രണ്ടാളോട് ശ്വാസം മുട്ടിയായിരിക്കും നിന്നിട്ടുണ്ടാവുക, രണ്ടുപേർ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചോട്ടെ, നമുക്കങ്ങ് മാറി നിന്നേക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരടൻ രാധിക മാത്രം അവിടെ പറമ്പിൽ നിൽക്കുവാണ് കേട്ടോ. അന്നേരം രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. സന്തോഷത്തോടെ വരുണിനോട് സംസാരിക്കുവാണ് കേട്ടോ രാധിക. സത്യം പറയാലോ, വരുണിൻ്റെ അമ്മ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ചേർത്ത് പിടിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. അന്നേരം വരുണും പറയുന്നുണ്ട്, ആ അതുപോലെ താനും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എനിക്കും ഒത്തിരി ഇഷ്ടമായി. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വരുൺ പെട്ടെന്ന് തന്നെ രാധികയുടെ കവളിലൊരു കൊടുക്കുവാണ്. അന്നേരം രാധികയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഉമ്മയത് കാരണം പെട്ടെന്ന് ഞെട്ടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ ഒരു കള്ളച്ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് രാധിക വരുണിനെ പിടിച്ചിട്ട് വരുണിൻ്റെ നെറ്റിയിലൊരു കൊടുക്കുവാണ്. അങ്ങനെ രണ്ടാളും ഒത്തിരി സന്തോഷത്തോടെ പരസ്പരം നോക്കി നിൽക്കുവാണ്. വരുൺ വീണ്ടും രാധിക നോക്കാനായിട്ട് അരികിലേക്ക് വരുവാണ്. അന്നേരം രാധിക വരുണിനെ തള്ളിമാറ്റി അകത്തേക്ക് ഓടിക്കയറി പോകുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിലേക്ക് വന്ന് ചെന്ന് വിടുവാണ്. അന്നേരം എല്ലാവരും അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. രാധിക അങ്ങനെ പെട്ടെന്ന് തന്നെ ഓടിക്കയറി വന്നത് കാണുമ്പോൾ സൂര്യ ഓരോന്നൊക്കെ പറഞ്ഞ് രാധികയെ കളിയാക്കുക. എന്നിട്ട് സൂര്യ ചോദിക്കണേ, അല്ല അവനെവിടെ? വരുൺ, അവൻ വന്നാലേ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഈ സമയം വരണു അങ്ങോട്ട് ഓടിക്കേറി വരുന്നുണ്ട്. രണ്ടാളും എല്ലാവരുടെ മുമ്പിൽ ചമ്മലോട് കൂടി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്